ഈ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു കാലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നടി തന്നെയായിരുന്നു നവ്യ നായർ. സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ അഭിനയം കൊണ്ട് തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു താരം കൂടിയായിരുന്നു നമ്മുടെ നവ്യ നായർ എന്ന് പറയുന്നത്. നിരവധി അവസരങ്ങൾ ഈ ഒരു താരത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടമായിരുന്നു നവ്യയുടെ ആദ്യത്തെ സിനിമ. ഈ ഒരു ചിത്രത്തിലെ നടൻ ദിലീപ് ആയിരുന്നു നായകനും. നന്ദനം എന്ന സിനിമയ്ക്ക് ശേഷമാണ് നവ്യയെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതും. പ്രേക്ഷകർക്ക് ഇന്നും അതിലെ ആ ഒരു കഥാപാത്രമായ, അതായത് ബാലാമണി എന്നുള്ള കഥാപാത്രമായാണ് നവ്യയെ കാണുന്നത് തന്നെ. ഈ ഒരു സോഷ്യൽ മീഡിയ പേജിൽ വളരെ സജീവമായിട്ടുള്ള നവ്യ തന്റെ വിശേഷങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് പങ്കുവെച്ച് എത്താറുമുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറുന്നതും. എന്നാൽ ഇപ്പോഴിതാ ഇൻസ്റ്റാഗ്രാമിൽ നടി പങ്കുവച്ചിരിക്കുന്ന കുറച്ചേറെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നതും. ഓറഞ്ച് നിറത്തിലുള്ള സ്ലീവ്ലെസ് വസ്ത്രം ധരിച്ചാണ് നവ്യ എത്തിയിരിക്കുന്നത്. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. വയസ്സ് വെറും നമ്പർ മാത്രമാണ്, സുന്ദരിയായിട്ടുണ്ട്, പ്രായം കൂടുന്തോറും സൗന്ദര്യവും കൂടുന്നുണ്ട്, പ്രായം എത്രയാണെന്ന് വലിയ ബോധ്യമുണ്ടോ എന്നൊക്കെ, ക്യൂൻ ഓഫ് ബ്യൂട്ടി, ഇനിയും ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ടുകൾ പ്രതീക്ഷിക്കുന്നു എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് നവ്യയെ പിന്തുണച്ചുകൊണ്ട് വരുന്നത്. എന്നാൽ ഈ ഒരു പിന്തുണയ്ക്ക് പുറമെ തന്നെ വിമർശന കമന്റുകൾ സ്വാഭാവികമാണല്ലോ. ഏതൊരു സെലിബ്രിറ്റി താരങ്ങളായാലും അവർക്കൊരു സപ്പോർട്ടും ഉണ്ടാവുമെങ്കിൽ കൂടെ ഒരു വിമർശനങ്ങളും ഉണ്ടാകും. അപ്പൊ അതുപോലെ തന്നെ നടി നവ്യ നായർക്കും മോശമായ രീതിയിലുള്ള വിമർശന കമന്റുകളും വന്നെത്തിയിട്ടുണ്ട്. ഈ ഒരു നടിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഹോട്ട് ആവാൻ നോക്കിയിട്ട് കോപ്പായ പോലുണ്ട്, നല്ല തല്ലിപ്പൊളി ലുക്കെന്നും, നവ്യ വന്യമായി പോയി, നൈസ് അമ്മച്ചി ഷോ, കിഴവിയായി, ഈ പ്രായത്തിലും നാണമില്ലേ നവ്യയെ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ ഇങ്ങനെയുള്ള വിമർശന കമന്റുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു വിമർശന കമന്റ് ഇട്ട ആളുകൾക്ക് തന്നെ നവ്യ പിന്തുണച്ച ആൾക്കാർ, അതായത് സപ്പോർട്ട് ചെയ്ത ആരാധകരുണ്ടല്ലോ, അവർ തന്നെ ഈ വിമർശകർക്ക് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. ഒരാൾ നാട്ടിൻ പുറത്തുകാരി ലുക്കിൽ മാത്രം എത്തണമെന്ന് ചിലർക്കൊക്കെ എന്തൊക്കെയോ താല്പര്യമുള്ളതുപോലെ അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കട്ടെ. തന്റെ സിനിമകളിലെ നാട്ടിൻ പുറത്തുകാരി ഇമേജിന്റെ പേരിലാണ് നവ്യ ഈ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. ശരിക്കും നവ്യ നമ്മൾ ഒരു നാട്ടിൻ പുറത്തുകാരിയായിട്ട് തന്നെയാണ് സങ്കല്പിച്ചിട്ടുള്ളത്. അതിനൊത്തമ ഉദാഹരണമാണ് നന്ദനം എന്ന സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രം. അതുകൊണ്ടായിരിക്കും ചിലർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. പക്ഷെ അതൊരു കാരണമല്ലല്ലോ. ഇനി അടുത്തൊരു കമന്റ് എന്ന് പറഞ്ഞാൽ, പ്രായത്തിന് എന്താണ് കുഴപ്പം? ഒരാൾ പ്രായത്തിനെ കുറിച്ച് ചോദിച്ചിരുന്നല്ലോ. അപ്പൊ പ്രായത്തിന് എന്താണ് കുഴപ്പം? അത് എനിക്കും ചോദിക്കാനുള്ളൊരു ചോദ്യം തന്നെയാണ്. പ്രായം ഒരു വിഷയമാണോ? ഈ പ്രായത്തിലുള്ളവർ ഈ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം അത് നമ്മുടെ അവകാശമാണ്. നമ്മൾ ഏത് വസ്ത്രം ധരിക്കണമെന്നും അത് സഭ്യമായ രീതിയിലായിരിക്കണമെന്ന് മാത്രം അത് നമ്മുടെ അവകാശം തന്നെയാണ്. അത് മലയാളി പെൺകുട്ടികൾ ആ രീതിയിൽ തന്നെയാണ്. ചിലരെ മാത്രമാണ് നമ്മൾ വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുള്ളത്. അവരെയും കുറ്റം പറയാൻ പാടില്ല. കാരണം അവർക്കുള്ള അവകാശമാണല്ലോ ആ ഒരു വസ്ത്രം ഏത് രീതിയിൽ അവർ ധരിക്കണം എന്നുള്ളത്. പിന്നെ അതുപോരാഞ്ഞിട്ട് തന്നെ അവർക്ക് വരുന്ന വിമർശനങ്ങളും അല്ലെങ്കിൽ സപ്പോർട്ട് ആയാലും അത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന കാര്യമാണ്. അത് അവരുടെ അവകാശം. ഒരു അഭിപ്രായം പറയുക എന്നുള്ള ഒരു സ്വാതന്ത്ര്യം അത് അവരുടെ അവകാശമാണ്. നവ്യയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നുവെന്നും ചിലർ കമന്റുകളായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കമന്റുകളോടൊന്നും നവ്യ പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യവുമില്ല. കാരണം പ്രതികരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഒരു കമന്റുകളൊക്കെ ആ നെവർ മൈൻഡ് എന്ന രീതിയിൽ തന്നെയാണ് നവ്യ കാണുന്നത്. തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് നവ്യ ഇടവേള എടുക്കുന്നത്. പ്രത്യേകിച്ച് നവ്യയുടെ വിവാഹ ആ ഒരു ടൈമില്. പിന്നീട് നീണ്ട 10 വർഷത്തിന് ശേഷമാണ് നവ്യ നായർ തിരിച്ചു വരുന്നത്. എന്നാൽ ഒന്നും ചെയ്യാതെ വീട്ടമ്മയായുള്ള ജീവിതം തനിക്ക് മടുപ്പുളവാക്കുന്നതായിരുന്നു എന്നാണ് നവ്യ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നവ്യ പഠനവും നൃത്തവും തുടരാൻ തീരുമാനിച്ചത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് തന്നെ അത് നടന്നില്ല എന്ന് തന്നെയാണ് നവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിവാഹിതയായ കാലത്ത് തന്റെ അവകാശങ്ങളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്നും അക്കാലത്തെ യാഥാസ്ഥിതിക ചിന്താഗതിയായിരുന്നു തനിക്കുമെന്നും വിവാഹ ജീവിതം തന്റെ സ്വപ്നങ്ങളെ ഒരു പരിധി വരെ ബാധിച്ചിട്ടുണ്ട് എന്ന് നവ്യ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നവ്യയ്ക്ക് UPSC നേടണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതും നടന്നിട്ടില്ല എന്ന് താരം വളരെ വിഷമത്തോടെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഡാൻസിൽ ഒരു ഡിഗ്രി ചെയ്യാൻ നോക്കിയപ്പോഴും മകൻ ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ നവ്യയുടെ ഭർത്താവ് എതിർത്തു എന്ന് നവ്യ ഒരിക്കൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നതെന്നും നവ്യ പറയുന്നത്. അത് തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുമെന്ന് നവ്യ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് ഒരു പരിധിവരെ ശരിയാണ്. നമ്മുടെ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ആ ടൈമിൽ ചെയ്യാതെ അതിനെ തിരിച്ചറിയുമ്പോഴേക്കും അത് ചിലപ്പോൾ വർഷങ്ങൾ തന്നെ കഴിഞ്ഞു പോകും. ആ ഒരു സമയത്ത് നമ്മുടെ സാഹചര്യം ഏത് ലെവലിലായിരിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല.
VK പ്രകാശ് സംവിധാനം ചെയ്ത ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നവ്യ അഭിനയ രംഗത്തേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. അതും സിനിമ മികച്ച വിജയം നേടുകയും ചെയ്തു. ജാനകി ജാനിയായിരുന്നു നവ്യയുടേതായി പുറത്തെത്തിയ ചിത്രം. ഇനി വരാഹമാണ് നവ്യയുടെ പുതിയ സിനിമ. പിന്നെ ഈ ഒരു വർഷം നടിയുടെ ചിത്രങ്ങളൊന്നും പുറത്തെത്തിയിട്ടുമില്ല.